ഇന്റലിജൻസ് നമ്മുടെ ചിതാറിന്റെ അടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പേസ്റ്റൽ കളർ ചാർട്ടിൽ അത്യാവശ്യം പ്രീമിയം കളക്ഷനിൽപ്പെട്ട ഐറ്റം ആട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ഞാൻ ഒരുപാട് വീഡിയോ കാണിക്കാറില്ല. ഒത്തിരി റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ കുറച്ചെണ്ണം നല്ല പാർട്ടി വെയർ നോക്കി കുറച്ചെണ്ണം കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വരുന്നത് ലൈറ്റ് പേസ്റ്റൽ കളറാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഐറ്റം ആട്ടോ. റേറ്റ് ഉണ്ട്, 4000 അടുത്ത് റേറ്റ് ഉള്ള ഐറ്റം ആണ്. നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾ ഈ ഒരു മോഡൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പ്യുവർ ക്രേപ്പ് ഫാബ്രിക്, പ്യുവർ സോഫ്റ്റ് സിൽക്കിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മോഡൽ ഞാൻ കുറച്ചെണ്ണം കൊണ്ടുവരുന്ന കേട്ടോ. അപ്പോൾ ഇത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ സാൻഡൻ ഫാബ്രിക്, അതിൻ്റെ താഴെയാണെങ്കിലും ഈ ഒരു ലേസ് വർക്ക് പോയിട്ടുണ്ട്. എല്ലാം പ്രീമിയം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ മാത്രം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും ഈ ഒരു വർക്കാണെങ്കിലും അത്രയും ഒരു നോക്കിയിട്ടാട്ടോ. നമുക്കിത് കാണുമ്പോഴേ അറിയാൻ റേറ്റ് ഉള്ളതാണ്. പാർട്ടി വെയർ ആയിട്ട് കൂടി നോക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈൻ പ്യുവർ ക്രേപ്പ് ഫാബ്രിക്കാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തേക്കുന്നത്. ബോർഡർ ഇതുപോലെ ബോർഡത്തിൽ വന്നിരിക്കുന്ന ലേസില്ലേ അത് തന്നെയാണ് നമുക്ക് ദുപ്പട്ടയിലും പോയേക്കുന്നത്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഞാൻ അടുപ്പിച്ച് കാണിക്കാം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള വർക്കാണ് ഇതാ ഇതുപോലെ. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എക്സ്ട്രാ നമ്മൾ പീസ് വെച്ച് വല്ലതും തയ്ക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തന്നെ നിൽക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്ച്ചെടുക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ പീസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ നെക്ക് പാറ്റേൺ ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ പീസ് നമുക്കൊരു കളർഫുൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയാണ്. കാരണം ഈ ഒരു യോക്കിലെ ആ ഒരു ഡിസൈൻ അത്രയും ഭംഗിയാണ് കാണാൻ. ബോട്ടോ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്ച്ചെടുക്കാം. ഈ ഒരു ലേസ് വർക്ക് ഉള്ളതുകൊണ്ട് ഇൻ കേസ് പലാസോ പോലെ വേണമെങ്കിൽ അങ്ങനെ തയ്ച്ചെടുക്കാം. ഇല്ലെങ്കിൽ കുഞ്ഞായിട്ട് നമ്മുടെ സിഗർ ബോട്ടത്തിനാണെങ്കിലും ഈ ഒരു ലേസ് വരുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കാണ്. ദുപ്പട്ട പ്യുവർ ക്രേപ്പാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് AB 589, റേറ്റ് 3790 3790. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു ക്രീം ഷെയ്ഡാണ്. അതും നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സാണ് കൂടുതലും ഇങ്ങനെ ഒരു കൂടിയ ഐറ്റത്തിൽ കൂടുതൽ വരുന്ന. ഡാർക്ക് ഷെയ്ഡ് വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഫ്രണ്ടിൽ അത്രയും നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഗ്യാപ്പായിട്ടല്ല, ഈ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നെക്ക് വെട്ടാം. ഞാൻ പറഞ്ഞ എക്സ്ട്രാ വലിയ ചെറിയൊരു കോൺട്രാസ്റ്റിൽ വേണമെങ്കിൽ ഒരു കളർ എക്സ്ട്രാ കൊടുത്താലും നല്ലതാണ്. ഇനിയൊന്നും ഇല്ലെങ്കിലും നല്ല. ഇതുപോലെ തന്നെ ഒരു യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ചേർന്നിരിക്കും. ഇതവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ കാണാൻ നല്ലതാണ്. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിനും ആ ഒരു സൈഡ് താഴത്തെ ബോർഡറിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിലും സെയിം ലേസ് തന്നെ. ദുപ്പട്ടയെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് കണ്ടില്ലേ, ഫുള്ളായിട്ട് അത് കുഞ്ഞായിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ നമ്പർ AB 590, റേറ്റ് സെയിം ആണ്. അടുത്ത വരുന്നത് പേസ്റ്റൽ പീച്ച് കളറാണ്. ഇതിൻ്റെയൊക്കെ ഭംഗി ശരിക്കും എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ആ ഒരു കറക്റ്റായിട്ട് ഇത് കിട്ടണില്ല. ശരിക്കും ലൈറ്റ് ഷെയ്ഡ്സിന് നേരിട്ട് കാണാൻ തന്നെയാണ് കേട്ടോ അതിനെ ഭംഗി. ക്യാമറയിൽ കുറച്ചുകൂടി ലൈറ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് ഭയങ്കര രസം. അല്ലാതെ ഫോട്ടോ എടുക്കുമ്പോഴും നല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ അകലത്തിൽ നിന്ന് കാണിച്ചിട്ടായിരിക്കാം. ക്യാമറയിൽ എത്ര ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടണില്ല. പക്ഷേ എന്തായാലും അത്രയും നമുക്ക് പ്രീമിയം ആയിട്ടുള്ള കളക്ഷനാണ്. ഈ ഒരു റേഞ്ചിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉറപ്പായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ബോട്ടത്തിലും ദുപ്പട്ടയിലും ഒക്കെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AB 591, റേറ്റ് 3790. നാലാമത്തെ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറായത്. ലൈറ്റ് പിസ്താഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. സെയിം രീതിയിലുള്ള ഹാൻഡ് വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അത് ഞാൻ അടുപ്പിച്ച് കാണിച്ചായിരുന്നു. അതിൻ്റെ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ടാൽ അത് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. അത്രയും ഭംഗിയുള്ള ഐറ്റം. നല്ല ലെങ്ത് ഉണ്ട്. ഇത് വാഷ് ചെയ്യാൻ കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മുക്കി ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും പ്യുവർ ക്രേപ്പാണ് ഫാബ്രിക്. ഫുൾ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിനനുസരിച്ച് തന്നെയാണ് ദുപ്പട്ടയ്ക്കകത്ത് പ്രിൻറ്റും പോയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AB 592, റേറ്റ് 3790.